വീണ്ടും സൂപ്പർ 60യിലേക്ക് ആരാണ് ഇന്നത്തെ സൂപ്പർ അതിഥികൾ? ബിനോയ് അഗസ്റ്റിൻ സംവിധാനം ചെയ്ത ബിഗ് ബെൻ എന്ന ചിത്രം തിയേറ്ററിൽ തകർത്തോടുകയാണ്. തിയേറ്ററിൽ പടം ഓടുമ്പോൾ കയ്യടി നേടുന്ന രണ്ട് താരങ്ങളുണ്ട്, അതിഥി രവിയും അനു മോഹനും. അവരാണ് ഇന്ന് നമ്മുടെ അതിഥികൾ. നമുക്ക് സ്വാഗതം ചെയ്യാം. വെൽക്കം. എങ്ങനെയുണ്ട്? എനിക്കറിയാം ഏറ്റവും പുതിയ വിശേഷം, പുതിയ സിനിമ തിയേറ്ററിൽ ഓടുന്നു. പ്രേക്ഷകരുടെ കയ്യിൽ നിന്ന് അതിൻ്റെ പ്രതികരണങ്ങളൊക്കെ കിട്ടിത്തുടങ്ങി, റിവ്യൂകളൊക്കെ വന്നിരുന്നു, ഞാൻ വായിച്ചു കുറേ അധികം റിവ്യൂകളൊക്കെ. അപ്പോൾ നല്ലൊരു ത്രില്ലർ ആണെന്നുള്ള അഭിപ്രായമാണ് പൊതുവെ പ്രേക്ഷകർ പങ്കുവയ്ക്കുന്നത്. നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? വലിയ സന്തോഷം. കാരണം നമ്മൾ കുറേ തിയേറ്റർ വിസിറ്റൊക്കെ നടത്തിയപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച തരത്തിൽ അവർക്ക് വർക്കായി എന്ന് കാണുമ്പോൾ, അവരുടെ ക്ലാപ്പ് കാണുമ്പോൾ വലിയ സന്തോഷമുണ്ട്. ഇതൊരു ഫാമിലി ത്രില്ലർ ജോണറിൽ പെടുന്ന ഒരു സിനിമയാണ്. കുറേ ഇമോഷണലി കണക്ഷനുള്ള സിനിമകളാണ്. ഇമോഷണലിയാണ് പല കാര്യങ്ങളും പോകുന്നത്. അല്ലാണ്ട് വലിയ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉള്ള സിനിമയാണെന്ന് ചോദിച്ചാലല്ല. ഒരു കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തിൽ അവരുടെ ലൈഫിലുണ്ടാകുന്ന ഒരു ഇൻസിഡൻറ്റും അതിനെ തുടർന്നുണ്ടാകുന്ന പ്രശ്നങ്ങളും, പിന്നെ ആ ക്യാരക്ടർ സഞ്ചരിക്കുമ്പോൾ ക്യാരക്ടേഴ്സിന് ഉണ്ടാകുന്ന അതേ ടെൻഷൻ ഓഡിയൻസിനും കിട്ടുന്നു എന്ന് അറിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമല്ലേ? ലണ്ടനിൽ തന്നെയായിരുന്നു അല്ലേ മുഴുവൻ ഷൂട്ടിംഗും ഒക്കെ? ഒരു 80% ലണ്ടൻ തന്നെയാണ്. ബാക്കി അല്ലാതെ മുംബൈ, കൊച്ചി, ട്രിവാൻഡ്രം ഷൂട്ട് വന്നിട്ടുണ്ട്. അതിഥിയുടെ ഒരു അനുഭവം എങ്ങനെയായിരുന്നു? പ്രത്യേകിച്ച് ലണ്ടനിൽ പോകുന്നത് ആദ്യമായിട്ടായിരുന്നു ഈ സിനിമയുടെ ഭാഗമായി. അപ്പോൾ എങ്ങനെയായിരുന്നു വിദേശത്ത്, പ്രത്യേകിച്ച് മലയാള സിനിമയിൽ തന്നെ UK പശ്ചാത്തലമാക്കി വന്നിട്ടുള്ള സിനിമകൾ കുറവാണ്. അപ്പോൾ പ്രേക്ഷകരെ അടുപ്പിക്കുന്ന ഒരു ഘടകം കൂടിയാണത്. അതെ, അല്ല, വളരെ സന്തോഷമുണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ ആദ്യമായിട്ടാണ് അങ്ങനെ പോകുന്നതും. ഒരു സിനിമയുടെ ഷൂട്ടിൻ്റെ ഭാഗമായിട്ടൊരു ഇത്രയും ദിവസം, ഒരു 1 മന്തോളം ഞങ്ങൾ അവിടെ ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പം അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അവിടുത്തെ വേറൊരു ടെറൈനാണ്. അപ്പോൾ അവിടുത്തെ ആ ഒരു കൾച്ചർ, അവരുടെ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻ, ഇതൊക്കെ ഈ സിനിമയിൽ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എനിക്കും പുതിയൊരു അനുഭവമാണ്. അത് നമ്മളിലൂടെ ചെയ്യാൻ കഴിഞ്ഞതിലാണ് ഏറ്റവും വലിയ സന്തോഷം. അത് ഇപ്പോൾ പ്രേക്ഷകരും കണ്ട് പലരും അത് മനസ്സിലാക്കി, അല്ലെങ്കിൽ ആ ഒരു ഇമോഷൻ അവർക്കും കണക്ട് ആയി എന്നൊക്കെ പറയുമ്പോൾ വലിയ സന്തോഷം. ലവ്ലി എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ ചെയ്തത് UK-ൽ മലയാളി നേഴ്സായിട്ടാണ് അവിടെ. എന്താണ് അതിന്റെ ഒരു പശ്ചാത്തലം പറയാമോ കഥാപാത്രത്തിൽ? ലവ്ലി എന്നാണ് ഈ പറഞ്ഞ പോലെ കഥാപാത്രത്തിന്റെ പേര്. ഇവിടെ നഴ്സിംഗ് ഒക്കെ കഴിഞ്ഞ് ജോലി ചെയ്യുന്ന ഒരാളാണ്. ഹസ്ബൻഡും കുഞ്ഞിനെയൊക്കെ നാട്ടിലാണ്. ഞാൻ മാത്രം ഒറ്റയ്ക്കാണ് അവിടെ ജോലി ചെയ്യുന്നത്. അപ്പം അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുകളുണ്ട്. അതും ഫേസ് ചെയ്യുന്ന ഒരാളാണ്. അതേസമയം ഹസ്ബൻഡും കുഞ്ഞിനെയും മിസ് ചെയ്യുന്ന ഒരു ഭാര്യ എന്ന നിലയിലും കാണിക്കുന്നുണ്ട്. പിന്നെ അവർ കടന്നു പോകുന്ന ഹസ്ബൻഡും കുഞ്ഞും അവിടേക്ക് വരുന്നതിന് ശേഷം ഞങ്ങളുടെ ലൈഫിൽ നടക്കുന്ന ചില കാര്യങ്ങളാണ്, അതാണ് സിനിമയിൽ വരുന്നത്. അപ്പോൾ ആ ഓരോ ഇമോഷൻസും കടന്നു പോകുന്ന ഒരു കഥാപാത്രമാണ് ലവ്ലിയുടെ. ഭർത്താവിന്റെ കഥാപാത്രം അല്ലേ ലവ്ലി? ജീൻ എന്ന് പറയുന്ന ക്യാരക്ടറാണ്. ജീൻ ഒരു പോലീസ് ഓഫീസറാണ്, നാട്ടിൽ SI ആണ്. ഈ പറഞ്ഞ പോലെ ഇതൊരു പോലീസ് ഓഫീസർ ആണെങ്കിലും ഒരു പോലീസ് ഇൻവെസ്റ്റിഗേഷനോ അങ്ങനത്തെ ഒരു സിനിമയല്ല. ജീൻ ഈ UK-ൽ ചെന്നിട്ട് ഇവരുടെ ലൈഫിൽ നടക്കുന്ന, ഇവരുടെ ക്യാരക്ടേഴ്സിലൂടെയാണ് ഈ സിനിമ പറഞ്ഞു പോകുന്നത്. അപ്പം അവരുടെ ലൈഫിൽ നടക്കുന്ന ഇമോഷൻസും പരിപാടികളാണ്. ജോലി പോലീസാണെന്ന്. ഈ അയ്യപ്പനും കോശിയിലെ പോലീസ് കഥാപാത്രം ഒരുപാട് കയ്യടി നേടിയതാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും അല്ലേ ഇതില്? അയ്യപ്പനും കോശിയും ഒരു CPOയുടെ ക്യാരക്ടറായിരുന്നു. അതൊരു പോലീസ് സ്റ്റേഷൻ പശ്ചാത്തലത്തിലുള്ള സീൻസുകളായിരുന്നു അതിനകത്ത് എനിക്ക് കൂടുതലും. ഫുൾ ടൈം യൂണിഫോമിൽ നിൽക്കുന്ന ഒരു ക്യാരക്ടറായിരുന്നു. ഇതിനകത്ത് അങ്ങനെ ഒരു ഫുൾ ടൈം യൂണിഫോം പരിപാടിയല്ല, എന്നാലും ഫ്ലാഷ് ബാക്സിലൊക്കെ വരുന്നുണ്ട്. കൂടുതലും ഇവരുടെ ഒരു ഫാമിലി ലൈഫാണ് പറയുന്നത്. ഇപ്പൊ മലയാള സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു കാലത്താണുള്ളത് പൊതുവെ ആളുകൾ പറയാറുണ്ട്. ഇറങ്ങുന്ന പടങ്ങളൊക്കെ തിയേറ്ററിൽ വിജയിക്കുന്നു, പ്രേക്ഷകർ വലിയ രീതിയിൽ സ്വീകരിക്കുന്നു അല്ലെ? പിന്നെ റിവ്യൂകളൊക്കെ നല്ല രീതിയിൽ വരുന്നു. അപ്പോൾ ഈ സിനിമയെ കുറിച്ച് അങ്ങനെ റിവ്യൂകൾ വായിച്ചിരുന്നു? നല്ല റിവ്യൂസ് വരുന്നുണ്ട്. അത് തന്നെയാണ് ഞങ്ങളെ ഒരു സന്തോഷം ഇവിടെ വരാനുള്ള ഒരു റീസൺ ഒക്കെ. കാരണം ആ ഒരു സന്തോഷം അറിയിക്കാനും കൂടി തോന്നി ഞങ്ങൾക്ക്. കാരണം എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നു. ഇപ്പോൾ കൂടുതലും ഒരു സ്റ്റാർ കാസ്റ്റ് അല്ലെങ്കിൽ സ്റ്റാർ വാല്യൂ നോക്കിയിട്ട് എല്ലാവരും സിനിമ കാണുന്ന ഒരു കാലഘട്ടമല്ല. നല്ല കോണ്ടന്റ് ആണ്, നല്ല മേക്കിംഗ് ആണ്, നല്ല സിനിമയാണ്, നല്ല കഥയാണെന്ന് പറഞ്ഞാൽ എല്ലാവരും അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. ഒത്തിരി പേർക്ക് ഇനിയും മുമ്പിലോട്ട് വരാനുള്ള ഒരു പ്രചോദനം പല സിനിമകളിലും കിട്ടുന്നത്. അപ്പം അതൊരു വലിയ സന്തോഷം. ആ ഒരു കാലഘട്ടത്തിൽ ഞങ്ങളുടെ ഈ സിനിമ ഇറങ്ങി ഇതുപോലെ നല്ല പ്രതികരണങ്ങളും റെസ്പോൺസൊക്കെ കാണുമ്പോൾ വലിയ സന്തോഷമാണ്. പിന്നെ ഞാൻ അറിഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, ഷൂട്ടിംഗ് സമയത്ത് ചില രസകരമായ എന്നാൽ ചില അതായത് നിങ്ങളുടെ സെറ്റ് കുറച്ച് വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ മോഷണം പോയി. അതാണ് ഒരു യൂണിറ്റ് വണ്ടിയായിരുന്നു. അത് നമ്മുടെ ഫുൾ എക്യുപ്മെന്റ്സ്, ലൈറ്റ്സ്, അതിൻ്റെ സ്റ്റാൻഡ്, ഈവൻ സാൻഡ് ബാഗ് അടക്കം. അപ്പം അങ്ങനെ കുറേ സാധനങ്ങൾ കൊണ്ടുവരുന്ന ഒരു വണ്ടിയുണ്ട്, യൂണിറ്റ് വണ്ടി. അപ്പം അത് സ്ഥിരം ഒരു പാകിസ്ഥാനി ഡ്രൈവറാണ്. അയാളെ നമ്മൾ എന്നും കാണുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ അയാൾ നമ്മളോട് വന്നിരിക്കാറുണ്ട്, ഗുഡ് മോർണിംഗ് പറയും. അപ്പം ഭയങ്കര സൗമ്യനായ ഒരാളായിരുന്നു കുറേ ദിവസം. അപ്പം ഒരു സുപ്രഭാതത്തിൽ ഇയാളെ കാണുന്നില്ല, ഇയാൾ വിത്ത് വണ്ടി കാണുന്നില്ല. അപ്പം നമ്മൾ രാവിലെ ലൊക്കേഷൻ ചെല്ലുമ്പോഴാണ് യൂണിറ്റ് വണ്ടി ഇല്ല. അപ്പം നമുക്ക് ഇത്രയും എക്യുപ്മെന്റ്സ് ഇല്ല, നമുക്ക് ഇന്ന് ഷൂട്ട് ചെയ്യാനുള്ള പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങൾ നടക്കുമെന്ന് ഡൗട്ടാണ്. അപ്പോൾ നമ്മളൊക്കെ ആക്ടേഴ്സൊക്കെ ഭയങ്കര പാനിക്കായി. ഇത് ഇനി എന്താവും, ഇത് ഇവിടെ ബ്രേക്ക് ചെയ്യേണ്ടി വരുമോ? കാരണം വിസ പ്രോസസ്സിങ് തന്നെ നമുക്ക് അത്രയും ഒരു ഉക്രൈൻ വാറൊക്കെ നടക്കുന്ന സമയത്തായിരുന്നു.
അപ്പം കുറേ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇത്രയും ക്രൂവിനെ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയത്. അപ്പോൾ പക്ഷേ ആ പ്രൊഡക്ഷൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനത്തെ യാതൊരുവിധ ടെൻഷനും നമ്മളെ ഏൽപ്പിച്ചില്ല. ഒരു നെക്സ്റ്റ് ഡേ തന്നെ അത് റീസ്റ്റാർട്ട് ചെയ്തു, കുഴപ്പമില്ലാതെ മുന്നോട്ട് പോയി. ഈ വിദേശത്തായതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഇത്തരത്തിലുള്ള ഒരു മോഷണമൊക്കെ സംഭവിക്കുമ്പോൾ നമ്മളൊന്ന് ഞാനൊട്ടും പതറിപ്പോകും. പ്രതീക്ഷിച്ചില്ല. അതെ, നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്തൊരു കാര്യമായിരുന്നു അത്. അതും ഇത്ര വിലപിടിപ്പുള്ള സാധനങ്ങളാവുമ്പോൾ പ്രത്യേകിച്ചും. പിന്നെ ലണ്ടൻ ബ്രിഡ്ജിന്റെ താഴേന്ന് നായിക വീണു എന്നൊക്കെ പറയുന്ന ചില ഓൺലൈൻ ഇവിടുന്ന് ലണ്ടൻ ബ്രിഡ്ജ് കാണാനേ കാണാൻ വേണ്ടി പോയത്, അവിടെ മലന്ന് കിടന്ന് കാണാൻ. ആ ഒരു വേറൊരു പെർസ്പെക്റ്റീവ് കിട്ടുമല്ലോ എന്ന് വെച്ചിട്ട്. അപ്പൊ ഈ ഗാനങ്ങളൊക്കെ ഉണ്ട്, ഒരുപാട് ഗാനങ്ങളുണ്ടോ നമ്മുടെ സിനിമയിൽ രണ്ട് പാട്ടുകളാണ് ഉള്ളത്. ഒന്ന് ഞങ്ങളുടെ ഒരു ഡ്യുവറ്റ് സോങ് ഉണ്ട് ഫസ്റ്റിൽ, പിന്നെ ഒരു പാത്തോസ് പോലെ ഒരു സെക്കൻഡ് ഹാഫിൽ വരുന്ന ഒരു സോങ് ഉണ്ട്. കൈലാസാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. അനിൽ ജോൺസ് അദ്ദേഹം BGM ഒക്കെ ചെയ്തു. പുതുമുഖങ്ങൾ ഒരുപാട് പേരുണ്ടോ സിനിമയിൽ? അങ്ങനെ പുതുമുഖങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മോളായിട്ട് അഭിനയിക്കുന്ന ഒരു കുഞ്ഞുവാവുണ്ട്. അവള് ആദ്യമായിട്ട് അഭിനയിക്കുന്ന സിനിമയാണ്. 1.5 വയസ്സേ ഉള്ളൂ. അവള് ഭയങ്കര രസമായിട്ട് ആ സിനിമ ചെയ്തിട്ടുണ്ട്. കണ്ടിറങ്ങി എല്ലാവരും ആ മോളോട് ഭയങ്കര നമുക്ക് തോന്നുന്ന ഭയങ്കര ഒരു ഇഷ്ടം കൂടുന്നുണ്ട്. പിന്നെ ഒരുപാട് ഹോളിവുഡ് ആക്ടേഴ്സ്, അവിടുത്തെ വെബ് സീരീസുകളിൽ അഭിനയിക്കുന്ന ആക്ടേഴ്സ് ഉണ്ട്. ഈ പോസ്റ്ററൊക്കെ കാണുമ്പോഴും വിനയ് ഫോർട്ട് ഏത് കഥാപാത്രമാണ് ചെയ്തതെന്ന് അറിയാൻ ആളുകൾക്ക് ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? സസ്പെൻസ് ഒരു മെയിൽ നേഴ്സാണ്. ഞാൻ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഒരു കൈൻഡ് ഓഫ് ആന്റി ഹീറോ എന്ന് വേണമെങ്കിൽ പറയാം. ബാക്കിയൊക്കെ പ്രേക്ഷകർ പിന്നെ അത് കാണുന്നതായിരിക്കും കുറച്ചും കൂടി. കാരണം വിനയ് ചേട്ടൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പൊ അത് സ്ക്രീനിൽ കാണുന്നത് തന്നെയാണ് കുറച്ചും കൂടി നല്ലത്. ഓക്കെ, അപ്പോൾ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് സിനിമയെക്കുറിച്ച്? പ്രേക്ഷകർ തിയേറ്ററിൽ പോയി സിനിമ കാണണം, അപ്പോൾ അവരെ ആകർഷിക്കാനായി എന്താണ് പറയാനുള്ളത്? ആകർഷിക്കാൻ ഇതാണ് എല്ലാവരും ഇപ്പം അങ്ങനെ ആകർഷിക്കേണ്ട കാര്യമില്ലെന്ന് തോന്നുന്നു. ഇപ്പം നല്ല കണ്ടന്റ് ഉള്ള സിനിമകളാണ്, നേരത്തെ അതിഥി പറഞ്ഞ പോലെ എല്ലാവരും തിയേറ്ററിലേക്ക് വരാനുള്ളൊരു മനസ്സുണ്ട്. അപ്പം അത്തരത്തിൽ നല്ല ഒരു കണ്ടന്റ് ഉള്ള സിനിമയാണ്. കണ്ടവരെല്ലാവരും നല്ല അഭിപ്രായം പറയുന്നുണ്ട്. നല്ലൊരു സിനിമ തിയേറ്റർ ആസ്വാദനം കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാണാത്തവരുണ്ടെങ്കിൽ തിയേറ്ററിൽ തന്നെ കാണുക, അത് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. പിന്നെ ലണ്ടനിലെ ആ ഒരു വിഷ്വൽ ബ്യൂട്ടിയൊക്കെ നമ്മൾ കൊണ്ടുവരാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ആ ഒരു ബിഗ് സ്ക്രീനിൽ തന്നെ കാണുന്നതായിരിക്കും കുറച്ചും കൂടിയും നല്ലത്. സോ പിന്നെ എല്ലാവരും നന്ദിയും പറയുന്നു കണ്ടവരോടൊക്കെ, കാരണം ഒത്തിരി നല്ല റെസ്പോൺസുകൾ നമുക്ക് വന്നിരുന്നു. അപ്പോൾ അവരോടും നന്ദി പറയുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഇനി ഇത് തിയേറ്ററിൽ തന്നെ പോയി കാണണം. അതിഥിയുടെ ഇതിപ്പോൾ എത്രാമത്തെ മൂവിയാണ്? എനിക്കറിയാം, അങ്ങനെ നോക്കിയിട്ടുണ്ടാവില്ല. ഞാൻ കുറച്ച് സിനിമകളെ ഞാൻ ചെയ്തിട്ടുള്ളൂ. അപ്പം പക്ഷെ എല്ലാ കഥാപാത്രങ്ങളും ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് സെലക്ട് ചെയ്യുന്നത് അല്ല, എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് കുറവാണ്. എന്നാൽ ഞാൻ ചെയ്തതല്ല, എനിക്ക് വളരെ സന്തോഷം, സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള സിനിമ ടീമിന്റെ കൂടിയും നല്ല കഥാപാത്രങ്ങളാണ് ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ളത്. അപ്പൊ അനുമോഹന്റെ പുതിയ പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? എൻ്റെ ഇനി റിലീസ് ചെയ്യാനുള്ളത് കഥയെന്ന് പറയുന്ന പറഞ്ഞ സിനിമ, വിഷ്ണു മോഹൻ ഡയറക്ട് ചെയ്ത സിനിമ. ഞാനും ശ്രീനാഥ് ബാസിയും കൂടെ അഭിനയിച്ചൊരു സിനിമയുണ്ട്, വികാരം എന്ന് പറയുന്ന സിനിമ. പിന്നെ വിലായത്ത് ബുദ്ധ എന്ന് പറയുന്ന സിനിമ ഷൂട്ട് നടക്കുന്നു. പിന്നെ ഹണ്ട് എന്ന് പറയുന്ന സിനിമ വീണ്ടും ഞാനും ചന്തും ഒരുമിച്ച് അഭിനയിക്കുന്ന സിനിമയുണ്ട്, ഷാജി സാറിൻ്റെ പടം. ഓക്കെ, അപ്പോൾ ഇനിയുള്ള എല്ലാ പടങ്ങളും തകർത്ത് തിയേറ്ററിൽ ഓടട്ടെ, പ്രേക്ഷകർ ഇരു കൈയും നീട്ടി സ്വീകരിക്കട്ടെ. നമ്മൾ റിപ്പോർട്ടർ ചാനലൊപ്പം ചേർന്നതിന് നന്ദി. സോ മച്ച്.